ഇതേപോലെ ഡയറി കയ്യിൽ ഇല്ലാത്ത ആളുകളായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. ഞാനിന്ന് ശ്രുതീൻ്റെ വീട്ടിലാണ് കേട്ടോ. ശ്രുതീൻ്റെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേപോലെ അവളുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള ഡയറി കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഓരോ ഫ്രണ്ട്സിനെ കൊണ്ട് വരപ്പിച്ച ചിത്രങ്ങൾ, എഴുതിപ്പിച്ചിട്ടുള്ള ഓരോ കുറിപ്പുകൾ, നല്ല രസമുണ്ടായിരുന്നു. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ പേരുകൾ, പല പല കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ മെമ്മറീസ് ആണല്ലേ. നല്ല രസമല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കാണുന്ന സമയത്തെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് പോലെ ഒരു ഫീലാണ്. സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ പേജ് ഇങ്ങനെ മറിച്ച് മറിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്കും ഉണ്ടായിരുന്നു ഇങ്ങനൊരു കുട്ടിക്കാലം എന്ന് പറയാം. പല രീതിയിലും ഞാൻ എഴുതുമായിരുന്നു കേട്ടോ. ഒരുപാട് ഡയറി കളക്ഷൻസ് എനിക്കുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഇതായി ഇരിക്കുന്നൊരു ഫോട്ടോ. ആരാണത്? ഞാനും ശ്രുതിയും ശ്രുതീൻ്റെ അനിയനുമാണ് കേട്ടോ. ഈ ഫോട്ടോ കണ്ടപ്പോൾ ശരിക്കും ഞാൻ സർപ്രൈസ് ആയി പോയിട്ടോ.